ഇപ്പോൾ ദുബായിലുള്ള മലയാളി ശ്രീ ഹാഷിം അദ്ദേഹം നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഹാഷിം, ഈ നിലവിൽ ഈ ഗൾഫ് മേഖലയിൽ ആശങ്കാജനകമായ സാഹചര്യം എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഈ ദുബായിൽ നിലവിലെ ഒരു സ്ഥിതി എന്താണ് ഹാഷിം? ദുബായിലെ നിലവിലെ സ്ഥിതി അനുസരിച്ച് നിങ്ങൾക്ക് കാണാം, ഞാൻ കാണിച്ചു തരാം. നോർമലി എല്ലാവരും പുറത്തിറങ്ങി നടക്കുന്ന ഒരു ടൈമാണ്. യു എയിൽ ഇന്ന് പ്രത്യേകിച്ച് സൺഡേ ആണ്, ഒഴിവ് ദിവസമാണ്. ഇപ്പൊ കാണാം എല്ലാവർക്കും ഗവൺമെന്റ് പറഞ്ഞ രീതിയിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ പുറത്തിറങ്ങി നടക്കുന്നുള്ളൂ. എല്ലാവരും വീട്ടിന്റെ അകത്ത് തന്നെയാണ്. പാനിക് സിറ്റുവേഷൻ എന്ന് പറയാൻ അവരുടെ അറ്റാക്കിങ് വരുന്നുണ്ട്. പക്ഷെ ഇതുവരെ യു എയിൽ ഇതുവരെ അങ്ങനെ ഒരു നമ്മള് സ്ഥലങ്ങളിൽ ഒന്നും എവിടെയും ഒരു സാധനം ഇതുവരെ ഡ്രോപ്പ് ആയിട്ടില്ല. എല്ലാം ഇങ്ങോട്ട് വരുന്നതിന്റെ മുന്നേ തന്നെ അവർ അതിനെ ഡിമോളിഷ് ചെയ്ത് കളയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. യു എ ആർമി വളരെ ശക്തമായിട്ട് തന്നെ അതിനെ നേരിടുന്നുണ്ട്. ഇപ്പോ ലാസ്റ്റ് ഒരു 2 മണിക്കൂറായിട്ട് യാതൊരു അറ്റാക്കിങ് ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു 5 മിനിറ്റ് ബിഫോർ ഹ്യൂജ് ആയിട്ടുള്ള 2 ശബ്ദം കേട്ടായിരുന്നു. അപ്പൊ ശബ്ദം എന്ന് പറഞ്ഞാൽ അവർ ഇങ്ങോട്ട് വരുന്നതിനെ നിലത്ത് ഡ്രോപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എല്ലാത്തിനും അറ്റാക്ക് ചെയ്തിട്ട് അവർ ഡിമോളിഷ് ആക്കിക്കുന്നുണ്ട്. വളരെ അങ്ങനത്തെ ഇതുവരെ യാതൊരു ബുദ്ധിമുട്ടും ഇതുവരെ ജനങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇവിടെ. ഈ യു എയുടെ എല്ലാ ഭാഗങ്ങളിലും ഇത്തരത്തിൽ വലിയ ആശങ്കയ്ക്കൊന്നും ഇടയാക്കുന്ന ഒരു സാഹചര്യം ഇല്ല എന്നാണോ? ഈ മറ്റിടങ്ങളിലെ മലയാളികളുമായി സുഹൃത്തുക്കളുമായൊക്കെ ഹാഷിം സംസാരിക്കുന്നുണ്ടോ? സംസാരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഗവൺമെന്റിന്റെ ബേസിൽ നിന്നാലും നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിലെല്ലാം പുറത്തു പോകാനെല്ലാം ഓപ്ഷൻസ് ഉണ്ട്. അത്യാവശ്യ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നതാണ് നല്ലത് എന്നാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ യാതൊരുവിധ സ്ട്രോങ് റിസ്ട്രിക്ഷൻസും ഇല്ല പുറത്തിറങ്ങി നടക്കുന്നതിനൊന്നും ഇതുവരെ. ടൗൺ ഏരിയയിലേക്ക് പോയാൽ നിങ്ങൾക്ക് കാണാം എല്ലാ ആക്ടിവിറ്റീസും നടക്കുന്നുണ്ട്. ഷോപ്പുകളെല്ലാം ഓപ്പൺ ആണ്. അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടും ഇതുവരെ വന്നിട്ടില്ല. ഇത് ഈ കഴിഞ്ഞ ദിവസം ഈ പാം ജുമറയിലൊക്കെ ഉണ്ടായ ആക്രമണങ്ങൾ അതൊക്കെ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടോ ഈ ദുബായിലൊക്കെ ഹാഷിം? അത്തരത്തിലുള്ള ഒരു വലിയ ആശങ്ക ഇതുവരെ ദുബായിൽ ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് കാണാം, ഇപ്പൊ ഞാൻ താമസിക്കുന്ന വീടിന്റെ തന്നെ ഏകദേശം ഒരു 2 കിലോമീറ്റർ അപ്പുറത്താണ് ഒരു എയർ ബേസ് ഉള്ളത്. റൈറ്റ് സൈഡിൽ ആ സൈഡിലായിട്ട് വരും. അതേപോലെ ഇപ്പുറത്തെ സൈഡിലും ഒരു എയർ ബേസ് ഉണ്ട്. നോർമലി കുറച്ച് അപ്പുറത്തേക്ക് പിന്നെ എംപ്റ്റി പ്ലേസ് ആണ്, സാൻഡുള്ള ഏരിയ ആണ്. അപ്പൊ നോർമലി കൂടുതൽ സാധനങ്ങൾ ഡിമോളിഷ് ചെയ്യുന്ന ഔട്ടർ ഏരിയയിൽ വെച്ചിട്ടാണ് ഇവർ ഡിമോളിഷ് ആക്കുന്നത്. അതുകൊണ്ടുള്ള ആ ഒരു സൗണ്ടിന്റെ ഒരു സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ. അല്ലാത്ത രീതിയിലുള്ള വലിയ പാനിക് സിറ്റുവേഷൻ ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല. ശരി, അപ്പോൾ ഏതായാലും സുരക്ഷിതനായി തന്നെ തുടരുക ഹാഷിം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.